then I'll add little Kannada. Okay, Shabika, thank you. Namaskar to all of you. Yes. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. Honorable Party President, my friend, colleague, Mr. Sudhakaran, Honorable Member of the Parliament, Mr. Raj Mohan, our Shafi, our new MP, Mr. Soni Sebastian, Mr. Faisal, Mr. Rahul, our MLA and Youth Congress President, our Nalpat who also joined me. My working president is there, Mr. Manjunath Bandari, and some of the leaders also joined me. I am very happy to be on this great occasion. I have not come here as a deputy chief minister. I have come here as a youth congress leader 35-40 years back. പ്രസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹപ്രവർത്തകർ, പ്രിയങ്കരനായ കെ സുധാകരൻ, പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, എന്നോടൊപ്പം കർണാടകയിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട PCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ മഞ്ജുനാഥ്, പ്രിയപ്പെട്ട മുഹമ്മദ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, ഈ നിമിഷത്തിൽ ഞാൻ ഇവിടെ വന്നു ചേർന്ന് നിൽക്കുന്നത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടല്ല. എന്റെ ഓർമ്മകളും എന്റെ രക്തവും 30-40 വർഷം പുറകിലേക്ക് പോകുന്നു. അന്നത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വികാര വായ്പയോടുകൂടിയാണ് ഞാൻ ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്നത്. I was a NSUI district president and a Taluk Youth Congress president. From there, I have grown up till today with dedication to the party and loyal to the Gandhi family. ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ താലൂക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന എന്റെ യാത്രയുടെ കരുത്തെന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തോടുള്ള അടങ്ങാത്ത പ്രതിബദ്ധതയും അതുപോലെ തന്നെ ഗാന്ധി കുടുംബത്തോടുള്ള എന്റെ പ്രസ്ഥാനത്തിനോടുള്ള കൂറുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I was being given a Congress party ticket when I was a final BCom student to fight against Devegowda by Rajiv Gandhi. From that day till today, I am fighting for the cause of the party. So I thought that how many works I may have in Bangalore. Mr. K.C. Venugopal called me and said, "DK, Youth Congress workers have been killed. You have to go there, give your strength, show that you are loyalty to the Youth Congress." That is why I have come here. അവസാന വർഷ BCom വിദ്യാർത്ഥിയായിരുന്ന എന്നെ ദേവഗൌഡ പോലുള്ള അധികാരിനെതിരെ മത്സരിക്കാൻ നിയോഗിച്ച പാർട്ടിയോടുള്ള കൂറ് അചഞ്ചലമാണ് എന്റെ ഉള്ളിലുള്ളത്. പ്രിയപ്പെട്ട KC വേണുഗോപാൽ വിളിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ചോരയും നീരുമായ 2 സഹപ്രവർത്തകർ കൊല്ലപ്പെട്ട മണ്ണിലേക്ക് DK പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് മറുത്തൊരക്ഷരം പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഒരു അടിമുടി പാർട്ടിക്കാരനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. I am very happy to be on this great occasion. Our friends, my young friends, Mr. Sharath Lal and our Krupesh might be not here, but his idols, their vision, their loyalty, their sacrifice is being still alive today. That is why we all have joined today to support their cause. 2 ധീരരായ സഹപ്രവർത്തകർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. അവരുടെ അകാല മരണം കൊണ്ട് അവർ നമുക്കിടയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ അവരില്ലെങ്കിലും അവർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അവര് മുറുകെ പിടിച്ച മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയ രക്തസാക്ഷിത്വം അത് വെറുതെയാവില്ല, അത് വെറുതെയല്ല, അത് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്താണ് എന്ന് ഈ സംഗമം വിളിച്ചോതുകയാണ്. I personally believe always there will be a law of nature. No one can hide, no one can escape the misdeed. Today, our 2 young friends have lost their lives, but ultimately justice has been prevailed. All of you have fought for the justice. I could meet the parents of the deceased martyrs. I feel very sorry for them, but still their contribution for the Congress party cannot be measured by anything. So that is why for the love and for the large-hearted, all of you have joined here, and so I am also a part of this great event. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വസ്തുതയുണ്ട്. നീതിയിൽ നിന്ന് ഒരാൾക്കും ഒളിച്ചോടാൻ കഴിയില്ല, ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. 2 ധീരരായ സഹപ്രവർത്തകർ ജീവത്യാഗം നടത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി സംഭവിക്കേണ്ട നീതി
ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അവരൊരൊറ്റ കാരണം കൊണ്ടാണ് നമ്മളിവിടെ സമ്മേളിക്കുന്നത്. അവരുടെ ഓർമ്മകളാണ് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. അവരുടെ ഓർമ്മകളാണ് നമ്മളെ ഇവിടെ കരുത്തരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവത്യാഗത്തിന് അതിന് ഉത്തരവാദികളായ ആളുകൾ അവരും നീതിയുടെയും നിയമത്തിന്റെയും കൈപ്പിടിയിൽ ഒടുങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. Our party has a great history. Congress history is country's history. Congress strength is country's strength. When our Congress party is in power, all sections of the party is in power. Our Gandhi family, they have sacrificed their life. They have sacrificed their power. You know, from the days of Indira Gandhi, she gave her life to the party. Rajiv Gandhi gave his life to the party. And Sonia Gandhi could have become the Prime Minister of this country for 10 years. But she refused. And Rahul Gandhi, whom you made him MP with a great margin and supported him in the crisis, he also could have become the Prime Minister. But he also denied for the sake of the party. That is the strength of the Congress party and the leaders what we have in our party. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മഹിതമായ ഒരു ചരിത്രമുണ്ട്. ഈ പ്രസ്ഥാനത്തിന് മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. ഇതിന്റെ നേതാക്കന്മാരുടെ സംഭാവനകളെ കണ്ടില്ലെന്ന് വെക്കാൻ കഴിയില്ല. ഈ പ്രസ്ഥാനത്തിന് നയിച്ചവർക്ക് ത്യാഗത്തിന്റേതായ ചരിത്രം കൂടിയുണ്ട്. ഈ നാടിനു വേണ്ടി ഛിന്ന ഭിന്നമായി പോയ ഇന്ദിരാഗാന്ധിയുടെ, ഈ നാടിനു വേണ്ടി ചിതറിത്തെറിച്ചു പോയ രാജീവ് ഗാന്ധിയുടെ പ്രസ്ഥാനം, അവരുടെ ജീവത്യാഗം ഈ നാടിനു വേണ്ടിയുള്ളതായിരുന്നു. ഈ നാടിന്റെ